വിപണിയിൽ വിലയിടിവ്. ഏത്തവാഴ കർഷകർ പ്രതിസന്ധിയിൽ. വില വർദ്ധിക്കുമെന്ന അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ടതോടെ ജില്ലയിലെ നല്ല വിഭാഗം ഏത്തവാഴ കർഷകരും ദുരിതത്തിലാണ്. വാഴക്കുലകൾ പലയിടത്തും കിടന്ന് നശിക്കുന്ന അവസ്ഥയാണെന്ന് കർഷകർ പറയുന്നു. പ്രതീക്ഷയോടെ ഏത്തവാഴ കൃഷി നടത്തിയ ജില്ലയിലെ നല്ലൊരു വിഭാഗം കർഷകരാണ് വിലയിടിവിന്റെ പ്രതിസന്ധിയിലുള്ളത്. ഉൽപ്പാദിപ്പിച്ച വാഴക്കുലകൾ എന്ത് ചെയ്യണമെന്നറിയാതെ വലയുകയാണ് ഇവർ. വാഴക്കുലകൾ പലയിടത്തും കിടന്ന് നശിക്കുകയാണെന്ന് കർഷകർ പരാതിപ്പെടുന്നു. കൃഷിവകുപ്പിന്റെ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് നീങ്ങേണ്ടി വരുമെന്നും കർഷകർ പറയുന്നു. ആഘോഷവേളകളിൽ ഉപയോഗം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും അതും നഷ്ടപ്പെട്ടെന്ന് കർഷകർ പറയുന്നു. ക്രിസ്മസുമായി ബന്ധപ്പെട്ടും വില വർധനയുണ്ടായില്ലെന്നും അവർ പരിതപിക്കുന്നു. ഈ വർഷത്തെ അവസാന പ്രതീക്ഷയും നശിച്ച് വിലയിടിവ് മൂലം ഏത്തവാഴ കർഷകർ കനത്ത സാമ്പത്തിക ബാധ്യതയിലായിരിക്കുകയാണ്. കൃഷിവകുപ്പിന്റെയും ഹോർട്ടികോർപ്പിന്റെയും ഇടപെടൽ വിഷയത്തിൽ ഉണ്ടാകണമെന്നും കർഷകർ ചൂണ്ടിക്കാട്ടി. നമ്മുടെ ഈ പ്രാവശ്യം വാഴക്കുലയെല്ലാം നന്നായിട്ട് വില കുറഞ്ഞിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. സർക്കാർ ഇതിൻ്റെ കാര്യത്തിൽ കർഷകർക്ക് വേണ്ടി ഒരു നടപടിയും ചെയ്യുന്നില്ല. ഇപ്പം നിലവിൽ 20 രൂപ 25 രൂപയാണ് നല്ല ഏത്തക്കുലയ്ക്ക് വിലയുള്ളത്. അതായത് ഒരു കർഷകൻ ഒരു വാഴ കൊലപ്പിച്ച് വിപണിയിലെത്തിക്കുമ്പം ഏകദേശം 300 രൂപയോളം മുടക്ക് വരുന്നുണ്ട്. ആ മുടക്കിന് ഉള്ള ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല. ഒരു വാഴക്കൊല വിറ്റ് കഴിയുമ്പോൾ പരമാവധി ഉള്ള ഒരു ആവറേജ് കൊല വരുമ്പോൾ 10 കിലോയാണ് വരുന്നത്. അപ്പോൾ ഒരു 250 രൂപ 200 രൂപയൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു കർഷകന് ഒരു വാഴ നട്ട് കൊലപ്പിച്ച് വിറ്റ് കഴിയുമ്പോൾ 100 രൂപയോളം അല്ലെങ്കിൽ 50 രൂപയോളം നഷ്ടത്തിലാണ് വരുന്നത്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഇടപെടൽ എത്രയും പെട്ടെന്നുണ്ടായി. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഈ കൊലകളെല്ലാം നിരോധിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ഇവിടെയുള്ള കർഷകരെല്ലാം ആത്മഹത്യയുടെ വക്കിലേക്ക് പോവുകയാണ്. i4u ന്യൂസ്, ഏറ്റുമാനൂർ.